തിരുവനന്തപുരം വിഴിഞ്ഞത്ത് ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിച്ച 2 പേർ മരിച്ചു എന്ന് ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നിലമേൽ സ്വദേശി ഷാജി, റാഷിദ ബീവി എന്നിവരാണ് മരിച്ചത്. ഭക്ഷ്യവിഷബാധയേറ്റാണ് മരണമെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അസ്മാക്, വിഴിഞ്ഞത്തുള്ള അസ്മാക് എന്ന ഹോട്ടലിൽ നിന്നാണ് ഇവർ ഭക്ഷണം കഴിച്ചത് എന്നാണ് വിവരം. വളരെ ഗുരുതരമായ ഒരു സംഭവമായി ഇത് മാറുകയാണ്. 2 മരണമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളുമായി അരുൺ മോഹൻ ചേരുമെന്നാണ് മനസ്സിലാകുന്നത്. അരുണ്, എപ്പോഴാണ് ഇവർ ഭക്ഷണം കഴിച്ചത്? നമുക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ പോലീസ് പങ്കുവെക്കുന്ന മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, വളരെ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് നമുക്കിന്ന് പങ്കുവയ്ക്കാനുള്ളത്. ഇന്നലെയായിരുന്നു ഈ പറയുന്ന ചടയമംഗലം സ്വദേശികളായ ഷാജിയും കുടുംബവും ഈ പറയുന്ന വിഴിഞ്ഞത്തെത്തുന്നത്. അവധി ആഘോഷിക്കാൻ കൂടി എത്തുകയായിരുന്നു ഈ കുടുംബം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ഉള്ളൊരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ചു മടങ്ങുന്ന സമയത്തായിരുന്നു ഇവർക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതും തുടർന്ന് ആശുപത്രിയിൽ പോകുന്നതും ഈ മരണത്തിന് കീഴടങ്ങുന്നതും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ഈ പറയുന്ന ഷാജിയുടെ ഭാര്യ മാതാവായ റാഷിദ ബീബി, ഒപ്പം ഷാജിയുടെ ഭാര്യ സജിമോൾ, 10ഉം 15ഉം വയസ്സുള്ള 2 കുട്ടികൾ, ഇവരടങ്ങുന്ന സംഘവും ഒപ്പം ഡ്രൈവറായ കണ്ണൻ എന്ന് പറയുന്ന ആൾ ഉൾപ്പെടെയുള്ളവരാണ് ഇവിടെ എത്തിയത്. ഇവർ ഇവിടെ ഈ ഹോട്ടലിലെത്തി ഭക്ഷണം കഴിക്കുന്നു. കൊഞ്ച്, മീൻമുട്ട തുടങ്ങിയ കണവ തുടങ്ങിയ മത്സ്യവിഭവങ്ങളായിരുന്നു ഇവർ ഓർഡർ ചെയ്തതും കഴിച്ച് ഭക്ഷണം കഴിച്ച് സന്തോഷമായി പോകുമ്പോൾ പോകുന്ന വഴിക്കായിരുന്നു ഇവർക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതായി മനസ്സിലാക്കുന്നത്. തുടർന്ന് ഇവർ ആശുപത്രിയിൽ സമീപിക്കുകയായിരുന്നു. നിലമേൽ ആശുപത്രിയിലാണ് ആദ്യം ഇവർ എത്തിയത്. നിലമേൽ ആശുപത്രിയിലെത്തി അവിടെ നിന്ന് ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ഈ പറയുന്ന ഷാജിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ഭാര്യ മാതാവിനെ പാരിപ്പള്ളി ആശുപത്രിയിലേക്കും പ്രവേശിപ്പിച്ചു. തുടർന്ന് അവർ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഒപ്പം ഇദ്ദേഹത്തിന്റെ ഭാര്യ, ഷാജിയുടെ ഭാര്യ സജിമോൾ ഇപ്പോൾ ICUയിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇവരോടൊപ്പം ഭക്ഷണം കഴിച്ച മക്കൾക്ക് വേറെ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ്. ഈ പറയുന്ന കണ്ണനും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. അതായത് ഇവരെല്ലാവരും ഈ ഒരേ ഹോട്ടലിൽ നിന്ന്, അസ്മാക് ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിച്ചു. പക്ഷേ മരിച്ചത്, അല്ലെ, ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടായതും അപകടമുണ്ടായതും ഒക്കെ ഈ 3 പേർക്കാണ്. മറ്റ് 2 കുട്ടികൾക്ക് പ്രശ്നമില്ല. അപ്പോൾ ഈ ഭക്ഷ്യവിഷബാധയാണ് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇപ്പോൾ പോലീസും മറ്റും നൽകുന്നുണ്ടോ അരുൺ? തീർച്ചയായും അതിലേക്കാണ് നമുക്ക് ഇനി വരാനുള്ളത്. ഇത് ഭക്ഷ്യവിഷബാധയാണോ എന്നുള്ളതാണ് നമ്മൾ ഇനി മനസ്സിലാക്കാനുള്ളത്. കാരണം ഇത് ഈ പറയുന്ന ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നും മനസ്സിലാക്കുന്നുണ്ട്. ഇത് അലർജിയുടെ ഭാഗമായി സംഭവിച്ചതാണോ അല്ലെങ്കിൽ ഭക്ഷ്യവിഷമാണോ എന്നുള്ളതൊക്കെ ഇനി വരും മണിക്കൂറുകളിൽ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നടപടികൾ പൂർത്തീകരിച്ചാലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ എന്നാൽ നിലവിൽ ഈ സംഭവം നടന്ന സ്ഥലമായ ചടയമംഗലം ആയതിനാൽ ചടയമംഗലം പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്ന് ഇപ്പോൾ ഈ പറയുന്ന ഹോട്ടൽ പോലീസ് ഇപ്പോൾ താൽക്കാലികമായി അടച്ചിട്ടുണ്ട്. ഭക്ഷ്യ സുരക്ഷാ വിഭാഗം അവിടെ പരിശോധന നടത്തുമെന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. എന്തായാലും വളരെ ദുഃഖകരമായ ഒരു സംഭവം തന്നെയാണെന്ന് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയും. കാരണം വളരെ സന്തോഷത്തോടുകൂടി ഒരു കുടുംബം എത്തുന്നു. ഭക്ഷണം കഴിച്ച് മടങ്ങുന്നതിനിടയിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ സ്വാഭാവികം നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. നിരവധി പേർ എത്തുന്ന ഒരു സഞ്ചാര കേന്ദ്രം തന്നെയാണ് ഈ പറയുന്ന വിഴിഞ്ഞം മേഖല. ഇവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് വരും മണിക്കൂറിൽ അറിയാൻ കഴിയൂ. ഈ വിഴിഞ്ഞത്ത് അരുൺ, നമുക്കറിയാം നിരവധി ഹോട്ടലുകളുണ്ട്. അവിടെയൊക്കെ മീൻ വിഭവങ്ങൾ സുലഭമായി കിട്ടുന്ന സ്ഥലമാണ്. രുചികരമായ ഭക്ഷണത്തിന് പ്രശസ്തമാണ്. അനവധി ഹോട്ടലുകൾ ഈ പ്രദേശത്തുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഒരു കൃത്യമായ പരിശോധന, ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ ശ്രദ്ധ, ഇതൊന്നും ഉണ്ടാകുന്നില്ല എന്നതിൻ്റെ സൂചനകൾ കൂടിയാണ് ഇത്തരം സംഭവങ്ങൾ നൽകുന്നത്. തീർച്ചയായും അങ്ങനെ ഒരു ആരോപണം ഇവിടെ ഉണ്ട്. ഈ പറയുന്ന ഹോട്ടലുകൾ, പ്രാദേശികമായി നടക്കുന്ന ഹോട്ടലുകളിലൊക്കെയും രാത്രികാലങ്ങളിൽ ഭക്ഷ്യ സുരക്ഷാ വിഭാഗങ്ങൾ പരിശോധന നടത്തുന്ന എന്നുള്ള ആരോപണമുണ്ട്. ഇവിടെ മാത്രമല്ല, വീടുകളിലേക്ക് എത്തുന്ന മത്സ്യങ്ങളിൽ പോലും രാത്രികാലങ്ങൾ, കാരണം വൈകുന്നേരങ്ങളാണ് കൂടുതൽ ഈ പറയുന്ന മീൻ വിപണികൾ സജീവമാകുന്നത്. ഇവിടെ ഉൾപ്പെടെ എത്തുന്ന മീനുകളെ പരിശോധിക്കാൻ രാത്രിയായി കഴിഞ്ഞാൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം അവർ എത്തുന്നില്ല, ഉണർന്നു പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതിന് ഒരു വസ്തുത തന്നെയാണ്. അത് രാവിലെ 10 മണി ഓഫീസ് പ്രവർത്തിക്കുന്ന സമയത്താവുമ്പോഴത്തേക്കും ഈ പറയുന്ന കച്ചവടങ്ങൾ പൂർത്തിയാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിന്റെ ഒരു ഫലം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചതെന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആരോപണം. രഞ്ജിത്ത്, അരുൺ മോഹൻ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. 2 മരണമാണ്. അസ്മാക് എന്ന ഹോട്ടലിനെതിരാണ് ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത്. വിഴിഞ്ഞത്ത് ഏറെ പ്രശസ്തമായ ഒരു ഹോട്ടലാണ്. മീൻ വിഭവങ്ങൾക്കും മറ്റും ഏറെ പ്രശസ്തിയുള്ള ആളുകൾ ഒരുപാട് പേർ വരുന്ന ഹോട്ടലാണ്. ഇവിടെ നിന്നാണ് ഒരു കുടുംബം, നിലമേൽ സ്വദേശികളായ ഷാജി, റാഷിദ ബീവി എന്നിവരടങ്ങുന്ന കുടുംബം ഭക്ഷണം കഴിക്കുകയും തിരിച്ച് നാട്ടിലെത്തി തുടർന്ന് അസ്വസ്ഥതകൾ ഉണ്ടാവുകയും ഈ ഷാജിയും
അസ്മാ ബീവിയും മരണപ്പെടുകയും ചെയ്യുന്നു. ഇവർക്കൊപ്പം ഭക്ഷണം കഴിച്ച സ്ത്രീ അവർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. 2 മക്കൾക്ക് പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് അരുൺ മോഹൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഭക്ഷ്യവിഷബാധ തന്നെയാണ് എന്നാണ് ബന്ധുക്കളുടെ ആരോപണം. നിലമേൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ ഹോട്ടൽ ഇപ്പോൾ അടച്ച് പൂട്ടിച്ചിട്ടുണ്ട്.